ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഈസ്റ്റ് പ്രോ മാക്സ് 1000 VA 12 വോൾട്ട് ഇൻബിൽട്ട് MPPT ഉള്ള ഒരു സോളാർ സിസ്റ്റമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 540 വാട്ട്സിൻ്റെ 2 പാനൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് കണക്ട് ചെയ്യുന്നത് UTL സോളാറിൻ്റെ 540 വാട്ട്സ് ബൈഫേഷ്യൽ പാനലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നതിൻ്റെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാനൽ, ഡബിൾ ഗ്ലാസ് ആണ് ഇതിന് വരുന്നത്. ബൈഫേഷ്യലാണ്, 540 വാട്ട്സ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 10+15 ഇതിൻ്റെ വാറണ്ടി വരുന്നത്. 25 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ടോട്ടൽ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സ്ട്രക്ചറൊക്കെ അടിച്ച് ഇന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. സ്ട്രക്ചർ വർക്കിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അപ്പോളോ സ്ക്വയർ ട്യൂബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 60x40 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും സൈസുമാണ് ഈ ഒരു സ്ക്വയർ ട്യൂബ്. അപ്പോൾ ഇത് നമ്മുടെ സോളാർ പാനലിന് ഏത് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഡബിൾ ഗ്ലാസ് ആണ് വരുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വർക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ UTL സോളാറിൻ്റെ ബൈഫേഷ്യൽ പാനലാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് നമ്മുടെ നൗഫലാണ് ഇതിൻ്റെ വർക്ക് വീണ്ടും സ്ട്രക്ചറിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നൗഫലിനെ നമ്മൾ സൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നതിന് മുകളിൽ അത്യാവശ്യം നിഴലില്ലാതെ ഫുൾ ടൈം വെയിൽ, കാരണം ഇത് ലൈവായിട്ട് നല്ല രീതിയിൽ നമുക്ക് ലോഡ് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ലൈവ് ലോഡുള്ളവർക്ക് ഇതുപോലെ തന്നെ 2 പാനൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അത്യാവശ്യം നമുക്ക് ഒരു ബാക്കപ്പ് കിട്ടുകയും വേണം, എന്നാൽ ലൈവിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ആ ഒരു രീതിക്ക് വേണ്ടിയാണ് 2 പാനൽ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വർക്കിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്പേസ്. ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. കാരണം 2 പാനൽ വെച്ചാലും ഇനിയും അഡീഷണലായിട്ട് നമുക്ക് പാനലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സൈറ്റ്. അത്യാവശ്യം നല്ല വെയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു സൈറ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം. അപ്പോൾ നമ്മുടെ നൗഫലിൻ്റെ കൂട്ടുകാരൻ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. നമ്മുടെ മഹേഷ് എവിടേക്കോ ആയിട്ട് ടൂറൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നൗഫൽ നമ്മുടെ കൂട്ടുകാരനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഈ 4 കാലുകൾ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് നൗഫൽ അതിൻ്റെ ഷീറ്റൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കാലുകൾ വെൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മേളോട്ട് കയറിയിട്ട് ശേഷം അതിൻ്റെ പാനലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ക്രോസും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് ഇതിനെ പ്രൈമർ അടിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാല് കട്ട് ചെയ്തെടുത്തൊക്കെ, അതായത് ഈ ഷീറ്റിന് ഹോൾ ഇട്ടെടുത്തൊക്കെ നമ്മൾ വെള്ളം ഇറങ്ങാതെ നല്ല രീതിയിൽ സീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പം വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേപ്പ് ഉണ്ട് കേട്ടോ, ഷീറ്റിലൊക്കെ ഒട്ടിക്കാൻ. ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ഇതിൻ്റെ കാലിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടാർ ഷീറ്റ് കിട്ടും. മിക്കവാറും എല്ലാ ഷോപ്പുകളിലും കിട്ടാൻ സാധ്യതയുള്ളതാണ്. അത് വാങ്ങിച്ചിട്ട് ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഷീറ്റിൽ കൂടെ വെള്ളം ഇറങ്ങത്തില്ല. അപ്പോൾ മുകളിൽ കൂടെ തന്നെ നല്ലവണ്ണം നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പക്കയാണ്. നമുക്ക് ഈ പാനൽ മുകളിൽ കയറണം, ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇച്ചിരി റിസ്ക്കാണ് ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇത് കയറ്റി സെറ്റ് ചെയ്യണതിനും. നൗഫലാണ് നമ്മുടെ നേതൃത്വം കേട്ടോ. നൗഫൽ ഇല്ലെങ്കിൽ നമ്മുടെ പണിയൊക്കെ പെൻഡിങ് ആവും. ഇത് കണ്ടില്ലേ, 2 പാനൽ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിൻ്റെ മുകളിൽ കയറ്റി എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല സുന്ദരമായ മഴ. പിന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ മഴയ്ക്ക് നനയേണ്ടി വന്നു. പിന്നെ ഇച്ചിരി റിസ്ക് ആയിരുന്നു, കാരണം ഷീറ്റിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് എവിടെയും പിടിച്ച് വയ്ക്കാനൊക്കെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലാഡറും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ തന്നെ അതെല്ലാം സെറ്റ് ചെയ്തോളാം എന്നുള്ള ഒരു കണക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല മഴ. ഇതെല്ലാം നമ്മൾ വയറിങ്ങൊക്കെ ഏകദേശം വയറ് കൊണ്ടിട്ടപ്പോഴത്തേക്ക് തന്നെ മഴയായി. ഇനി ഇതിൻ്റെ പാനലിൻ്റെ അടിയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് മഴയത്താണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതിന് ലാഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ. അത് കസ്റ്റമർ തന്നെ ഇതിന് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിനെ പരിചയപ്പെടുക എന്നുള്ള ഈസ്റ്റ്മാൻ എന്ന കമ്പനിയുടെ ഈ ഒരു ഇൻവെർട്ടറാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന് 10 വർഷം വാറണ്ടിയാണ് ഈ ഒരു കമ്പനി തരുന്നത്. ഇതിന് ഇൻവെർട്ടറിനാണെങ്കിൽ 36 മാസത്തെ വാറണ്ടി നമുക്ക് തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈസ്റ്റ്മാൻ്റെ പ്രോ മാക്സ് 1000 VA 12 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഓൺ ഓഫ് സ്വിച്ച് മാത്രമേ ഇതിനകത്തുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു 2 kV ഒക്കെ ഒരു കപ്പാസിറ്റി, അത്ര ഒരു വലിപ്പമൊക്കെയാണ് ഈ ഒരു ബോഡിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതെനിക്കൊന്ന് കോമൺ ആയിട്ട് അവർ ഇറക്കിയിരിക്കുന്നതായിരിക്കും. എന്തായാലും ഉള്ളിൽ നല്ല സ്പേസും എയർ കയറാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിക്കറിൽ. പിന്നെ 2 സൈഡിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ പാസ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കമ്പനി 2 സൈഡിലും, അതായത് എയർ അകത്തേക്ക് കയറി പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള ഒരു നല്ല ഒരു
ബോക്സായിട്ട് തന്നെയാണ് അവർ ഇതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിന് 36 മാസം വാറണ്ടി നമുക്ക് ഇതിന് തരുന്നുണ്ട്. സാറിന് നമുക്ക് 2 വർഷം വാറണ്ടിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈസ്റ്റ്മാൻ നമുക്ക് 3 വർഷം വാറണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമർ നമുക്ക് 10 വർഷം വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ് അവർ നമുക്ക് നൽകുന്നത്. ഇത് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. 2 കൂളിംഗ് ഫാനാണ് കമ്പനി ഇതിന് തന്നിരിക്കുന്നത്. ഇതിൻ്റെ VOC വോൾട്ടേജ്, മറ്റു കാര്യങ്ങൾ, ആംബിയർ, എല്ലാ കാര്യങ്ങളും കമ്പനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനടിയിൽ തന്നെയുണ്ട്. 55 വോൾട്ടാണ്. 12 മുതൽ നമുക്ക് ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. 55 വോൾട്ട് വരെ നമുക്ക് VOC കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഏത് ഇൻവെർട്ടർ എടുത്താലും ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യാനുള്ള കേബിൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള കേബിളാണ്. ലെഗും ഒക്കെ അത് സമ്മതിച്ച് കൊടുത്തേക്കത്തുള്ളൂ കേട്ടോ. മറ്റു ബ്രാൻഡുകൾക്കൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇവർ എല്ലാ കാര്യത്തിനും നല്ലൊരു പെർഫെക്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻസും സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ സ്മാർട്ട് സ്വിച്ച് അല്ല, ബാക്കിയുള്ള സ്വിച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ചെറിയൊരു ടെസ്റ്റർ വെച്ചിട്ട് മുകളിലോട്ട് താഴോട്ടും ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രിഡ് ചാർജിങ് ഉണ്ട്, എല്ലാം എനേബിൾ ഉണ്ട്. അതുപോലെ തന്നെ UPS മോഡ് അങ്ങനെയുള്ളതുണ്ട്, സോളാറിൻ്റെത്, അങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് മോഡ്, കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്, കുറേ സ്വിച്ചുകളുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു പാക്കറ്റായിട്ട് കവറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് മോഡുണ്ട്, ബാറ്ററി വയർ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റർ കത്തുന്നതായിരിക്കും. പിന്നെ 2 കൂളിംഗ് ഫാനും ഇതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചാലുവാക്കിയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ എന്തൊക്കെയാണ് എഴുതി കാണിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ്. അത്യാവശ്യം, അതായത് ഏകദേശം ഒരു വൈകുന്നേര സമയമായി, മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. എന്നാലും അത്യാവശ്യം ഒരു രീതിയിൽ നമുക്കൊരു ചെറിയ ആംബിയറും കാര്യങ്ങളും വോൾട്ടേജും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ലിഥിയം ബാറ്ററി വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും കമ്പനി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 വീലർ ബാറ്ററിയോ ലിഥിയം ബാറ്ററിയോ ഏത് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 കാര്യങ്ങളും നമുക്ക് നടക്കും. അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു സിസ്റ്റമാണ് ഇത്. എന്തുകൊണ്ട് നല്ലതാണ്, കാരണം ലിഥിയം ബാറ്ററി 2 വീലർ ബാറ്ററി നമുക്ക് മാറി തിരിഞ്ഞും ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻസ് കമ്പനി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.